എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന പെൺകുട്ടിയുടെ പേരാണ് ആയിഷ റഷ. കോഴിക്കോട് സ്വദേശിനിയാണ്. ഈ പെൺകുട്ടി ഫിസിയോതെറാപ്പിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മംഗലാപുരത്താണ്. 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എന്നാൽ ഈ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ഒരു സുഹൃത്തിന്റെ വീട്ടില് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. സുഹൃത്ത് എന്ന് പറയുമ്പോൾ ആൺ സുഹൃത്തിന്റെ വീട്ടിലാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തൂങ്ങി മരണം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസുകാര് പറയുന്നത്. അപ്പോൾ ഈ ഒരു മരണത്തിന്റെ പിന്നില് വലിയ ദുരൂഹതയാണ് കുടുംബം ആരോപിക്കുന്നത്. അതിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടി ഫിസിയോതെറാപ്പിക്ക് മംഗലാപുരത്താണ് പഠിക്കുന്നത്. ലോണൊക്കെ എടുത്താണ് വീട്ടുകാർ ഈ പെൺകുട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പെൺകുട്ടി വീട്ടിൽ അറിയിച്ച ഒരു കാര്യമുണ്ട്, ഈ പ്രാവശ്യം ഓണാവധിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ മംഗലാപുരത്ത് തന്നെ താമസിക്കുകയാണ്, വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കോഴിക്കോട്ടാണ് ഈ പെൺകുട്ടിയുടെ വീട്. എന്നാൽ ഈ പെൺകുട്ടി കഴിഞ്ഞ 24-ാം തീയതി തന്നെ ഈ കോഴിക്കോട്ടേക്ക് ഈ മംഗലാപുരത്ത് നിന്നും മടങ്ങി വന്നു. എന്നാൽ വീട്ടുകാർ അത് അറിഞ്ഞില്ല. ഈ പെൺകുട്ടി ഈ മംഗലാപുരത്ത് നിന്നും കോഴിക്കോട് എത്തിയതിനു ശേഷം ഒരു ആൺ സുഹൃത്തുണ്ട്. ആ ആൺ സുഹൃത്തിനോടൊപ്പം ഈ ആൺ സുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റിൽ 24-ാം തീയതി മുതൽ താമസം തുടങ്ങി. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും അറിയത്തില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഈ ആയിഷ റഷ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ഈ പെൺകുട്ടി മംഗലാപുരത്താണ് എന്നുള്ള രീതിയിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഈ കോഴിക്കോട്ടെത്തി, അതായത് സ്വന്തം നാട്ടിലേക്ക് എത്തി ഇവിടെ താമസിക്കുന്നു എന്നുള്ള വിവരം അറിയത്തില്ല. എന്നാൽ ഈ പെൺകുട്ടി മരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞതിന് ശേഷമാണ് വീട്ടുകാർ ഹോസ്പിറ്റലിൽ ചെല്ലുകയും കാര്യങ്ങൾ തിരക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇതുപോലെ സുഹൃത്തിന്റെ വീട്ടില് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി എന്നുള്ള വിവരം വീട്ടുകാർ തന്നെ അറിയുന്നത്. ബഷീറുദ്ദീൻ എന്നാണ് ഈ പറഞ്ഞ ആയിഷ റഷയുടെ ആൺ സുഹൃത്തിന്റെ പേര്. അപ്പോൾ പോലീസുകാര് ഈ പെൺകുട്ടിയുടെ മരണം സംബന്ധിച്ച് പറയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. അതായത് കഴിഞ്ഞ 24-ാം തീയതി ഈ പെൺകുട്ടി മംഗലാപുരത്ത് നിന്നും കോഴിക്കോട്ട് എത്തുകയും ഈ പറഞ്ഞ ആൺ സുഹൃത്തിനോടൊപ്പം ഈ ആൺ സുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റിൽ പോയി താമസിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം. അതിനുശേഷം ഈ പെൺകുട്ടി അവിടെ എത്തിയതിനു ശേഷം ഇവർ ഒരുമിച്ച് താമസിച്ചു. അതിനുശേഷം ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും വാക്കുതർക്കം ഉണ്ടാകുകയും ഈ പെൺകുട്ടി തൂങ്ങുകയും ചെയ്തു. അപ്പൊ ആ ഒരു തൂങ്ങിയ സമയത്ത് ഈ ആൺ സുഹൃത്ത് എത്തുകയും അങ്ങനെ തൂക്കത്തിൽ നിന്നും ഈ പെൺകുട്ടി അഴിച്ചിറക്കിയതിനു ശേഷം തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്തരം കേസുകളിൽ വിശദമായിട്ട് കാര്യം അന്വേഷിക്കും. അപ്പോൾ ഈ ആൺ സുഹൃത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയാണ് എന്ന രീതിയിലാണ് അവിടെ പരിചയപ്പെടുത്തുകയും രേഖകളിൽ എഴുതി ചേർക്കുകയും ചെയ്തത്. പിന്നീട് ഈ പെൺകുട്ടി ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് പോവുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്ത സമയത്ത് ഈ പറഞ്ഞ ഈ സുഹൃത്ത് പറഞ്ഞു, ഞാൻ സുഹൃത്താണ്, ഭർത്താവല്ല എന്ന രീതിയിൽ തിരുത്തി പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിലുള്ള ആളുകൾക്ക് സംശയം തോന്നുകയും അങ്ങനെ പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത്. ആയിഷയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഈ മരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കുടുംബം ആരോപിക്കുന്നത് ഈ പെൺകുട്ടി ഇങ്ങനെ സ്വയം ജീവനൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയില്ല. ഈ പെൺകുട്ടി ആ മരിക്കുന്നതിന്റെ തൊട്ട് അടുത്ത സമയം വരെയും ഇൻസ്റ്റഗ്രാമിൽ സജീവമായിരുന്നു എന്നുള്ളതാണ് ഈ അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയെ അപായപ്പെടുത്തിയതാണ് എന്നുള്ള വലിയ സംശയവും വലിയ രീതിയിലുള്ള ആരോപണവുമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അപ്പൊ ആ കുടുംബത്തിലുള്ള ചില ആളുകൾ പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടുപോകാം. ഫോട്ടോകളൊക്കെ ഇവൾക്ക് ഏത് രീതിയിലുള്ള ഫോട്ടോ എന്ന് വ്യക്തമായിട്ടില്ല, അത് കണ്ടെങ്കിലേ മനസ്സിലാവും. ഇവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഒരു ട്രാപ്പിൽ കുടുക്കി എന്തെങ്കിലും നേടുക എന്നുള്ളതായിരിക്കും ഉദ്ദേശം ഉണ്ടാവുക. ഒരിക്കലും ഓള് ചെയ്യില്ല. എന്താ വെച്ചാൽ ഒരു 4 മണിക്കൂർ മുമ്പാണ് എൻ്റെ വൈഫിന് മെസ്സേജും കാര്യങ്ങളും അയച്ചത്. പിന്നെ ഓള് 4 മണിക്കൂർ മുമ്പായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ആക്റ്റീവായിരുന്നു. ഇതിലെ കുറ്റക്കാരൻ മുബഷിർ തന്നെയാണ്, വേറെ ആരെ ഡൗട്ട് കാര്യങ്ങളൊന്നുമില്ല, ഈ മുബഷിർ തന്നെ മാത്രമേ ഉള്ളൂ. മരണത്തിന് എന്താ പറയുക, ഓള് 24-ാം തീയതി ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 24-ാം തീയതി എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ മരിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് മരിക്കാനായിട്ട് എന്താ പറയുക മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിന്റെ ബഷീറുദ്ദീൻ പറയുന്ന ആൾ തന്നെയാണ് ഇതിന്റെ പിന്നിൽ. മരിക്കാനുള്ളൊരു തൻ്റെ ഇടമുള്ള കുട്ടിയല്ല അത്. അവൾ പഠിക്കുക മാത്രമല്ല, ഈ കുട്ടി പഠിക്കുന്നത് തന്നെ ബാങ്ക് ലോണായിട്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ കുട്ടി പഠിക്കുന്നത്. അപ്പോൾ ഒരിക്കലും മാതാപിതാക്കൾക്കൊരു ബാധ്യതയായി ഇവൾ ആത്മഹത്യയിലേക്ക് പോകില്ല. ആത്മഹത്യയിൽ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സൗഹൃദം നടിച്ച്, പ്രണയത്തിൻ്റെ സൗഹൃദം നടിച്ച് ഇവളെ വശത്താക്കുകയും ഇവളെ ഫോട്ടോ വരെ എടുത്ത് ഇവളെ ട്രാപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്
അങ്ങനെയാണ് കാണുന്നത്. ആയിഷയുടെ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് ഈ പറഞ്ഞ ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തു. ഈ ആൺ സുഹൃത്ത് ഒരു ജിം ട്രെയിനറാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ പെൺകുട്ടിയുമായിട്ട് വളരെ കാലമായിട്ട് അടുപ്പമായിരുന്നു എന്നുള്ളതാണ് പോലീസുകാരും പറയുന്നത്. അപ്പോൾ ഇവർ കുറെ കാലമായിട്ട് ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അതായത് വീട്ടുകാരറിയാതെ മംഗലാപുരത്ത് നിന്നും നേരെ കോഴിക്കോടെത്തി ഇവനോടൊപ്പമൊക്കെ താമസിക്കുന്ന ഒരു രീതി പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലീസുകാരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മരണം സംബന്ധിച്ച് വീട്ടുകാർ വലിയ രീതിയിലുള്ള പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് ഈ പറഞ്ഞ ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് ഇവൻ ഭീഷണിപ്പെടുത്തിയാണ് ഈ പെൺകുട്ടിയെ ഈ അപ്പാർട്ട്മെന്റിൽ എത്തിച്ചത് എന്നുള്ളതാണ്. അതായത് ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങളൊക്കെ വെച്ച് ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു, ഈ പെൺകുട്ടിയെ ദേഹോപദ്രവം ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ വീട്ടുകാർ പറയുന്നത്. അപ്പോൾ പോലീസുകാർ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഈ പറഞ്ഞ ഈ ആൺ സുഹൃത്തിനെ കസ്റ്റഡി എടുക്കുകയും ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇവരുടെ രണ്ടുപേരുടെയും വാട്സപ്പ് ചാറ്റുകളൊക്കെ പരിശോധിച്ചു. അപ്പോൾ എന്തോ ഓണപരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ തർക്കം ഉണ്ടാകുകയും അത് സംബന്ധിച്ച് ഇവർ തമ്മിൽ വഴക്കുണ്ടായതിനെ തുടർന്നാണ് ഈ പെൺകുട്ടി തൂങ്ങാനുള്ള കാരണം എന്നുള്ളതാണ് പോലീസുകാർ പറയുന്നത്. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. എന്ത് തന്നെ ആയാലും ഈ പറഞ്ഞ ആൺ സുഹൃത്തിന്റെ പേരില് ആത്മഹത്യാ പ്രേരണ കുറ്റം ഇപ്പോൾ ഈ പറഞ്ഞ പോലീസ് ചുമത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യത്തെ സംഭവമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ സംഭവമല്ല എന്ന് ഞാൻ പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ പെൺകുട്ടിക്ക് 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. അതായത് നമ്മൾ 21ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി ഒരു സുഹൃത്തുമായിട്ട് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു. എന്നിട്ട് മംഗലാപുരത്ത് ഈ പറഞ്ഞ പാവപ്പെട്ട വീട്ടുകാര് ലോണൊക്കെ എടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നു. എന്നിട്ട് വീട്ടുകാരത്ത് പറയുകയാണ്, ഓണത്തിന് ഞാൻ നാട്ടിലേക്ക് വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ താമസിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഈ സ്വന്തം നാട്ടിലേക്ക് കോഴിക്കോട്ടിലേക്ക് തന്നെ വരുന്നു. എന്നിട്ടും ഈ പറഞ്ഞ ആൺ സുഹൃത്തിനോടൊപ്പം പോയി ഈ ആൺ സുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റിൽ പോയി താമസിക്കുന്നു. അവിടെ കിടന്ന് രണ്ടുപേരും കൂടെ കശവശ ഉണ്ടാവുന്നു, ബഹളം ഉണ്ടാവുന്നു, അതിനുശേഷം കയറി തൂങ്ങുന്നു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇന്നത്തെ കാലത്തെ ഈ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവരുടെ മനസ്സിന്റെ ചിന്താഗതി എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പല ആളുകളും ഇതുപോലെ പ്രായത്തിലുള്ള പെൺപിള്ളേരെയും ആൺപിള്ളേരെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമ്മുടെ സ്വന്തം മക്കളുടെ ചിന്താഗതി എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്? അതായത് കഷ്ടപ്പെട്ട് വളർത്തി ഇത്രയും വലുതാക്കി പഠിപ്പിക്കാൻ വിട്ട മാതാപിതാക്കളെ ഓർക്കാതെ ഇന്നലെ കണ്ട ഒരുത്തിന് വേണ്ടി ജീവിതം അവസാനിപ്പിക്കുന്നു. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഇന്നത്തെ തലമുറയെ വളർത്തുന്ന മാതാപിതാക്കളോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. അതായത് അവരുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള കാര്യം വളരെ ഈസി ആയിട്ട് നമുക്ക് പരിശോധിക്കാൻ വേണ്ടി സാധിക്കും മാതാപിതാക്കൾക്ക്. പ്രത്യേകിച്ച് ഈ മൊബൈൽ സംബന്ധമായിട്ടാണ് എല്ലാ റിലേഷൻഷിപ്പും ഉണ്ടാവുന്നത്. അപ്പോൾ മക്കളുടെയൊക്കെ മൊബൈലുകൾ വല്ലപ്പോഴും ഒക്കെ എടുത്ത് പരിശോധിക്കുക, അവരാരൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരാരുമായിട്ടാണ് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ചാറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പരിശോധിച്ച് ഒന്ന് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. തങ്ങളുടെ മക്കളുടെ പോക്ക് നേരായ വഴിയിലാണ് എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.